അർബുദത്തെ തുടർന്ന് മരിച്ച 40 വയസ്സുകാരിയുടെ സ്വപ്നം നിറവേറ്റാൻ ഏറെ കഠിനാധ്വാനം ചെയ്ത ഒരു അധ്യാപികയെക്കുറിച്ചാണിനി. പാലക്കാട് ലക്കിടി സ്വദേശി ആയിഷ ഓർമ്മയായെങ്കിലും അവരുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് സാജിദ എന്ന അധ്യാപിക. ടാർപ്പായ വലിച്ചുവെട്ടി ഷീറ്റ് കൊണ്ട് മറച്ച താൽക്കാലിക ഷെഡിൽ തല ചായ്ച്ചിരുന്ന ഒറ്റപ്പാലം ലക്കിടി സ്വദേശിനിയായ ആയിഷയുടെയും സംസാര വൈകല്യമുള്ള തൻ്റെ ഭർത്താവിൻ്റെയും 3 പെൺമക്കളുടെയും ചിരകാല സ്വപ്നമായിരുന്നു സുരക്ഷിതമായൊരു വീട്ടിൽ ഒരു ദിവസമെങ്കിലും അന്തിയുറങ്ങണമെന്നത്. പക്ഷേ ഈ സ്വപ്നം നിറവേറും മുൻപേ അർബുദ രോഗത്തോട് പൊരുതിത്തൊറ്റ ആയിഷ തിരികെ മടങ്ങിയിരുന്നു. ആയിഷ കണ്ട സ്വപ്നങ്ങൾ നിറവേറ്റാൻ കുടുംബത്തിന് തുണയായത് തൻ്റെ മക്കളുടെ പ്രിയപ്പെട്ട അധ്യാപിക സാജിദ. കുടുംബത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയ സാജിദ ടീച്ചർ ഇവർക്കായി വീട് നിർമ്മിച്ചു നൽകാൻ മുന്നിട്ടിറങ്ങി. പുതിയ വീടിനായി പ്ലാൻ വരച്ചതു മുതൽ താക്കോൽ കൈമാറുന്നതുവരെ ഓരോ ഘട്ടങ്ങളിലും ആദ്യാവസാനം ടീച്ചർ കർമ്മനിരതയായി. നിർമ്മാണത്തിന് ആവശ്യമായ പണം കണ്ടെത്തിയതും ടീച്ചറുടെ ഇടപെടലിൽ തന്നെ. ജിദ്ദ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഭയം വനിതാ കൂട്ടായ്മ നിർമ്മാണ പ്രവൃത്തികൾക്കായി അകമഴിഞ്ഞ് സഹകരിച്ചു. മറ്റു പ്രവാസി സുഹൃത്തുക്കളെയും സഹായ സന്നദ്ധതയുള്ളവരെയും ടീച്ചർ തന്നെ ഫോണിൽ ബന്ധപ്പെട്ട് 7 ലക്ഷം രൂപയോളം സമാഹരിച്ചു. എത്രയും പെട്ടെന്ന് അവർക്ക് 4 ദിവസം ഈ വീട്ടിൽ താമസിക്കാൻ യോഗ്യമാക്കണം, എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ 3 മാസം കൊണ്ട് പണി പൂർത്തിയാവുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ വീട് പണി ആരംഭിച്ചത്. നിർഭാഗ്യവശാൽ വീട് പണി 1 മാസം പിന്നിട്ടപ്പോഴേക്കും അവര് നമ്മെ വിട്ടു പിരിഞ്ഞു. വീടിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ച ശേഷമാണ് ആയിഷയ്ക്ക് ജീവൻ നഷ്ടമാകുന്നത്. വെറും 3 മാസം കൊണ്ടാണ് ഈ സ്വപ്ന ഭവനം കെട്ടിപ്പൊക്കിയത്. ഏറെ സ്വപ്നം കണ്ട വീട്ടിൽ ഒരു ദിവസം പോലും സുരക്ഷിതമായി കിടന്നുറങ്ങാനായില്ലെങ്കിലും ആയിഷയുടെ ആഗ്രഹം നിറവേറ്റാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് സാജിദ ടീച്ചർ. 24 പാലക്കാട്.